ആ സത്യം ഒന്നാലും ചെയ്യുക അങ്ങനെയൊക്കെ വിൽക്കുക. ഈ വണ്ടി എനിക്ക് തോന്നുന്നു ഒരു പക്ക യൂണീക്ക് വണ്ടിയാവും. 500 പീസുകളുണ്ട്. അപ്പൊ ഹരികേഷിന്റെ സ്റ്റാഫും എല്ലാം നമുക്ക് വേണ്ടി ഇന്ന് ഡെഡിക്കേറ്റ് ചെയ്യുവാണ്. ഞാൻ ഇതിന്റെ അപ്ഡേറ്റ് എല്ലാം അറിയുന്നുണ്ടായിരുന്നു, പക്ഷെ വണ്ടി ഒട്ടിച്ച് കണ്ടില്ല. ഞാൻ ഈ ഹോട്ട് വീൽ സ്റ്റിക്കർ ഒട്ടിച്ചാണ്. അപ്പൊ ഒരു 1/18 സ്കെയിലും 1/64 സ്കെയിലും 1:1 സ്കെയിൽ നാനോയും. ഇവിടുന്ന് എന്തെങ്കിലും പറിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ എത്ര രൂപയുടെ ഹോട്ട് വീൽസ് ഉണ്ട്? ഏകദേശം 40,000 രൂപ ഹോട്ട് വീൽസ് ഉണ്ട്. എത്ര രൂപ? 40,000 രൂപ. ഹലോ ഫ്രണ്ട്സ്, ഞാൻ അർജുൻ. വെൽക്കം ടു മൈ ചാനൽ. അപ്പം നമ്മൾ ഇന്ന് നമ്മുടെ ഗെയിമിംഗ് റൂമിനെ കുറിച്ച് പറയാൻ വേണ്ടിയല്ല വന്നിരിക്കുന്നത്. കാരണം നമ്മുടെ ഗെയിമിംഗ് റൂം അത്യാവശ്യം നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഗെയിമിംഗ് റൂമിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഹോട്ട് വീൽസ് റൂം എന്ന് പറയാം. കാരണം ഫുള്ള് ഹോട്ട് വീൽസ് വണ്ടികളാണ് നമ്മളിവിടെ വെച്ചേക്കുന്നത്. അപ്പം നമ്മൾ ഇത്തവണത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. എൻ്റെ കയ്യിലൊരു നാനോ കാറുണ്ട്, അത് 1:1 സ്കെയിൽ, വലിയൊരു വണ്ടി. അപ്പോൾ ഈ വണ്ടിയിൽ സാധാരണ നോർമലി ആൾക്കാർ ഹോട്ട് വീൽസിൻ്റെ സ്റ്റിക്കേഴ്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒട്ടിക്കാറുണ്ടല്ലോ. അപ്പോൾ ഞാൻ ഓർത്തു ഈ ഹോട്ട് വീൽസ് സ്റ്റിക്കർ ഒട്ടിക്കുന്നതിനോടൊപ്പം നമ്മുടെ ഹോട്ട് വീൽസിൻ്റെ കുഞ്ഞ് ലൂസ് കാർസ് ഉണ്ടല്ലോ, ഈ ലൂസ് കാർ ഫുള്ള് ഞാൻ എൻ്റെ നാനോയിൽ പ്ലേസ് ചെയ്യാൻ പോകണം. അതും ഡാഷ്ബോർഡിലൊന്നും അല്ല പ്ലേസ് ചെയ്യാൻ പോകുന്നത്. ഞാൻ ആ വണ്ടികളെല്ലാം എൻ്റെ വണ്ടിയുടെ പുറത്തൊട്ടിക്കാൻ പോവാണ്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഒരു ഹോട്ട് വീൽസ് മയമുള്ള ഒരു വണ്ടി അല്ലെങ്കിൽ ഒരു നാനോ കാർ എന്ന് പറയാം. അപ്പോൾ എനിക്ക് തോന്നുന്നത് കേരളത്തിൽ ആരും അങ്ങനെ ചെയ്തിട്ടില്ലെന്ന് തോന്നുന്നു. അപ്പോൾ ഒരു അടിപൊളി വെറൈറ്റി നമുക്ക് ഒന്ന് ചെയ്തു നോക്കാം. അപ്പം ഇതിനു വേണ്ടി എന്നെ ഹെൽപ്പ് ചെയ്യുന്നത് യൂണീക്ക് ഓട്ടോ കോർപ്പിലെ എൻ്റെ ഒരു ഫ്രണ്ട് ഹരികേഷാണ്. അപ്പോൾ ഹരികേഷ് ഇതിൻ്റെ സ്റ്റിക്കേഴ്സും ബാക്കി എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്തു തന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താ വെച്ചാൽ എൻ്റെ ഷെൽഫിലെല്ലാം വെച്ചേക്കുന്ന ലൂസ് കാർസ് ഉണ്ടല്ലോ, അത് മുഴുവൻ ഞാൻ എടുത്തിട്ട് ഹരികേഷിന് കൊണ്ട് കൊടുക്കാൻ പോവാണ്. അപ്പം ഹരികേഷിൻ്റെ ടീം ഫുള്ള് എനിക്കത് സെറ്റ് ചെയ്ത് തരാൻ പോവാണ്. അപ്പോൾ ഈ ഒരു ചെറിയ കാറുകൾ ഫുള്ള് ഹരികേഷ് എൻ്റെ നാനോ കാറിൽ ഒട്ടിച്ച് തരും. എന്നിട്ട് നമുക്ക് ഇതുമായിട്ട് ജസ്റ്റ് ഒന്ന് ഒരു ഡ്രൈവ് പോകാം. അപ്പോൾ ആൾക്കാരുടെ എക്സ്പ്രഷൻസും അല്ലെ എങ്ങനെയാണ് അവർ റിയാക്ട് ചെയ്യുന്നതെന്ന്. അപ്പോൾ നമുക്കൊന്ന് പണി തുടങ്ങിയാലോ. അപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു ഹോട്ട് വീൽസിൻ്റെ ഒരു ടീഷർട്ട് ഉണ്ട്, ഹോട്ട് വീൽസ് ലേബിളൊക്കെ വെച്ച്. അപ്പം ഇതുപോലെ തന്നെ നമ്മുടെ വണ്ടിയിൽ നാനോയിൽ ഹോട്ട് വീൽസ് ഒട്ടിച്ചിട്ടുണ്ട്. അപ്പം ഇനിയുള്ളതെന്ന് വെച്ചാൽ ഈ വണ്ടികൾ ഫുള്ള് നമ്മൾ ഓരോ ബോക്സിലോട്ടാക്കാൻ പോകണം. അപ്പം എനിക്ക് അറിയത്തില്ല ഇത് എങ്ങനെയായിരിക്കും, കാരണം ചിലപ്പോൾ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്ന ടൈമിൽ ഈ ഹോട്ട് വീൽസ് പറഞ്ഞ് താഴെ റോഡിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് നല്ല രീതിയിൽ വേണം നമുക്കിത് പ്ലേസ് ചെയ്യാൻ വേണ്ടി, നന്നായിട്ട് ഒട്ടിക്കണം ഈ നാനോയിൽ. അപ്പം അതുപോലെ തന്നെ പല വണ്ടികളുണ്ട്. അപ്പം നമുക്ക് കൂടുതൽ ട്രക്സ് ഉണ്ട്, സ്പോർട്സ് കാർസ് ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ സെഡാൻ മോഡലായിട്ടുള്ള ഹോട്ട് വീൽസ് ഉണ്ട്. അപ്പം എല്ലാം കുറേ റെയർ ആയിട്ടുള്ള മോഡൽസാണ് ഇരിക്കുന്നത്. പക്ഷേ നമ്മൾ ഇന്നത്തെ ഈ ഒരു റെയർ മോഡൽസ് ഫുള്ള് നമ്മൾ ഷോക്കേസിൽ നിന്ന് എടുത്തിട്ട് നമ്മുടെ വണ്ടിയിൽ ഒട്ടിക്കാൻ പോകും. അപ്പം നമ്മുടെ വണ്ടികളെല്ലാം സ്ക്രാച്ച് ആകാത്ത രീതിയിലാണ് നമ്മൾ വെക്കുന്നത്. ഇത് നല്ല രീതിയിൽ ഗമ്മിയാണ് ഈ വീൽസ് എല്ലാം. പക്ഷെ പൊളിച്ചെടുക്കുമ്പോൾ നമുക്ക് നമ്മുടെ വണ്ടി ഡാമേജ് ആകരുത്, ആ രീതിയിലാണ് നമ്മൾ നോക്കുന്നത്. കുറേ വണ്ടികളുണ്ട്. അപ്പോൾ നമ്മളിപ്പം നമ്മുടെ യൂണീക്ക് ഓട്ടോ കോർപ്പ്, അതായത് ഡീറ്റെയിലിംഗ് സ്റ്റുഡിയോയിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഹരികേഷിൻ്റെയാണ് ഈ യൂണീക്ക് ഓട്ടോ കോർപ്പ്. അപ്പം നമ്മുടെ എല്ലാ വണ്ടിയും ശ്രാമിക്ക് ചെയ്യുന്നത് ഹരികേഷിൻ്റെ അടുത്താണ്. അപ്പോൾ ഞാൻ ഇന്ന് ഹരികേഷിനോട് കഴിഞ്ഞ ദിവസം ചോദിച്ചു, ഹരികേഷ് ഈ ചെറിയ വണ്ടികളൊന്ന് ശ്രാമിക്ക് ചെയ്യാവുമെന്ന്. അപ്പം ഹരികേഷ് എന്താ പറഞ്ഞേ? ചേട്ടൻ എന്ത് പറഞ്ഞാലും നമുക്ക് ചെയ്യാം, ഉറപ്പായിട്ടും ചെയ്യാം. അപ്പോൾ അതാണ് എനിക്ക് ഏറ്റവും വേണ്ട ഒരു കോൺഫിഡൻസ്. നമ്മൾ എന്ത് സാധനം ചോദിച്ചാലും നോ എന്നൊരു ഉത്തരം ഹരികേഷിനില്ല. പുള്ളി എല്ലാം നമുക്ക് അടിപൊളിയായിട്ട് ചെയ്തു തരും. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോണ നമ്മുടെ ഹോട്ട് വീൽസിൻ്റെ വണ്ടി, അത് നമ്മുടെ ഹോട്ട് വീൽസ് നാനോ നമ്മൾ കയറ്റിയേക്കുവാണ്. അപ്പം ഈ പെട്ടി നിറയെ കുഞ്ഞ് ഹോട്ട് വീൽസ് ആണ്. അപ്പോൾ ഏകദേശം 400 പീസുകളുണ്ട്. അപ്പോൾ ഹരികേഷിൻ്റെ സ്റ്റാഫും എല്ലാം നമുക്ക് വേണ്ടി ഇന്ന് ഡെഡിക്കേറ്റ് ചെയ്യുവാണ്. അതെ, എനിക്ക് ആ ഒരു ഡെഡിക്കേഷനാണ്. കാരണം ഇത് ഒട്ടിക്കണമെങ്കിൽ നല്ല പാടാണ്. അപ്പം ഈ സാധനം ഇവിടെ കയറ്റി. അപ്പം എന്താ ഹരികേഷ് നമ്മൾ ചെയ്യാൻ പോണെന്ന്? നമ്മൾ ഇപ്പം നാനോ കിട്ടിയപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം, നമ്മൾ ഹോട്ട് വീൽസ് എന്നുള്ള സ്റ്റിക്കേഴ്സ് എല്ലാം ഇതിൽ ഒട്ടിച്ചിട്ടുണ്ട്. ഇനി ഇതുപോലത്തെ കാറുകൾ 500 എണ്ണം നമ്മൾ ഈ വണ്ടിയിൽ സ്റ്റിക്ക് ചെയ്യാൻ പോവുകയാണ്. ഗ്ലൂ സ്റ്റിക്ക് വെച്ച് ഫുള്ള് സ്റ്റിക്ക് ചെയ്യാൻ പോവാണ് വണ്ടി. അങ്ങനെ ഒരു പ്രൊജക്ട് ഹോട്ട് വീൽസ് ആക്കാൻ പോവാണ്, അർജുൻബ്രോയുടെ ആഗ്രഹം പോലെ. അപ്പം സാധാരണ എല്ലാവരും ഈ കുഞ്ഞ് ഡാഷ്ബോർഡിലായിരിക്കുമല്ലോ വണ്ടിയിൽ ഒട്ടിക്കുന്നത്. അപ്പം നമ്മളിപ്പോൾ ചെയ്യുന്നത് വെച്ചാൽ വണ്ടിയുടെ പുറത്ത് മുഴുവൻ ഹോട്ട് വീൽസ് ഒട്ടിക്കാൻ പോവുക. അപ്പം ഇതെന്താണെന്ന് വെച്ചാൽ എനിക്കൊരു ക്രിസ്മസിനൊരു വെറൈറ്റി ആയിട്ട് ഒരു സാധനം ഇറക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഓർമ്മ എന്തായാലും എൻ്റെ കയ്യിലുള്ള ലൂസ് കാർസ് മൊത്തം ഒന്ന് ഒട്ടിച്ചേക്കാം. അതെ, അപ്പം ഇതപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ എന്ത് വെച്ചായിരിക്കും നമുക്ക് ഒട്ടിക്കാനുള്ളത്? നമ്മൾ സിലിക്കൺ വെച്ചും അല്ലെങ്കിൽ ഗ്ലൂ സ്റ്റിക്ക് വെച്ചുമാണ് ഒട്ടിക്കുന്നത്. പിന്നെ ഇത് ഒട്ടിച്ചിട്ട് നമുക്ക് റോഡിൽ ഇറക്കാൻ പ്ലാൻ ഉള്ളതുകൊണ്ട് കുറച്ച് ടൈം എടുക്കും നമുക്ക്. അത് എന്ന് വെച്ചാൽ നമുക്കും ഇത് ശരിക്കും അറിയില്ല ഇത് എങ്ങനെയാണെന്നുള്ളത്. അർജുൻബ്രോ പറഞ്ഞു, നമ്മൾ അതങ്ങ് ചെയ്തു നോക്കുന്നു. അപ്പോൾ ഇത് സ്റ്റിക്ക് ചെയ്തിട്ട് സെറ്റ് ചെയ്യാനാണ്. അപ്പം ഞാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നമുക്ക്
പല കളേഴ്സ് ഉണ്ട്, ബ്ലാക്ക് ഉണ്ട്, റെഡ് ഉണ്ട്, മെറൂൺ ഉണ്ട്, ഗ്രീൻ ഉണ്ട്, അങ്ങനെ ഹോട്ട് വീൽസിന്റെ പല ലൂസ് കാർസ് ഉണ്ട്. അപ്പം ആ ലൂസ് കാർസിനെ പല വേരിയന്റ് ആയിട്ട്, അപ്പം ഇപ്പം ഇവിടെ ഫ്രണ്ടിൽ ബ്ലാക്ക് ആണല്ലോ കാണാവുന്നുള്ളത്, അപ്പം നമ്മൾ ഇവിടെ ബ്ലാക്ക് പ്ലേസ് ചെയ്യാം അല്ലേ? ബ്ലാക്ക് പ്ലേസ് ചെയ്യാം. അപ്പം കുറച്ചും കൂടെ ഇതായിരിക്കും. പിന്നെ അവിടെ റെഡ് ആൻഡ് ഒരു യെല്ലോ കോമ്പിനേഷൻ വന്നിരിക്കുന്നത്, അപ്പം നമുക്ക് അവിടെ കുറച്ചും കൂടെ മിക്സ്ഡ് ആയിട്ടുള്ള. അപ്പം ഈ പണി എപ്പോൾ തീരുമെന്ന് അറിയത്തില്ല. ഇപ്പൊ സമയം എത്രയായി? സമയം 12:15 അത് ഉച്ചയ്ക്ക് 12:15 ആരും സ്റ്റാർട്ട് ചെയ്യുന്നത്. കഴിച്ചിട്ടോ ഒന്നുമില്ല. ഇതെപ്പോ തീരുമെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. ചിലപ്പോൾ ഒരു ദിവസം എടുക്കും, 2 ദിവസം എടുക്കും, ചിലപ്പോൾ ഇന്ന് വൈകിട്ട് തീർക്കാം. അപ്പം നമുക്ക് ഇന്ന് ഈ പണി തുടങ്ങാം. അപ്പൊ എന്തായാലും നിങ്ങൾ എക്സൈറ്റഡ് ആണെന്നറിയാം. ഈ വണ്ടി ഇനി കാണണമെങ്കിൽ നമ്മുടെ ഹരികേഷിന്റെ ഡീറ്റെയിലിംഗ് സ്റ്റുഡിയോ ഉണ്ട്. ഇത് എവിടെ ഇട്ടേക്കുന്നത്? ഇത് പാമ്പാടിയിൽ 7-ാം മൈൽ എന്ന് പറഞ്ഞ ജംഗ്ഷനിലാണ്. നമുക്കിവിടെ ഡീറ്റെയിലിംഗ് എല്ലാ അർജുൻബ്രോയുടെ എല്ലാ വണ്ടിയും നമ്മളാണ് ചെയ്തിരിക്കുന്നത്. യെസ്. അപ്പം ഈ ഒരു വണ്ടി കാണണമെങ്കിൽ ഞാൻ എന്തായാലും ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇടും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഈ വണ്ടി ഇവിടെ വന്നാൽ ഈ വണ്ടി കാണാൻ പറ്റും, ഫോട്ടോസ് എടുക്കാൻ പറ്റും. അപ്പം നമുക്ക് എന്തായാലും ഒരു വെറൈറ്റി പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്താലോ. അപ്പം സ്റ്റേ ട്യൂൺ. അങ്ങനെ ഞങ്ങളുടെ ഹോട്ട് വീൽസ് നാനോയുടെ പണി തുടങ്ങി. അപ്പം അതിനുവേണ്ടി ഫസ്റ്റ് ഇനിഷ്യൽ സ്റ്റെപ്പ് പ്ലാനിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് കളർ വണ്ടി വേണം ആദ്യം ഒട്ടിക്കാൻ. അപ്പോൾ ഞങ്ങൾ തീരുമാനിച്ചു ബ്ലാക്ക് തന്നെ ആകാം ഏറ്റവും ഫ്രണ്ടിൽ ഒട്ടിക്കാൻ വേണ്ടി. പിന്നീട് പല മൾട്ടി കളേഴ്സും സൈഡിൽ പോകാൻ വേണ്ടി തീരുമാനിച്ചു. അപ്പം ഇതിനു വേണ്ടി എത്ര ദിവസം എടുക്കുമെന്ന് ഒരു ഐഡിയ ഇല്ല. പക്ഷേ ഒരൊറ്റ കാര്യം മാത്രം അറിയാം, സംഭവം ഒരു അടിപൊളി ഹോട്ട് വീൽസ് നാനോ ആക്കി മാറ്റണം. അപ്പോൾ അതിനുവേണ്ടി ഹരികേഷും റിഞ്ചും എൻ്റെ കൂടെ കട്ടയ്ക്ക് സപ്പോർട്ടായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പം ആദ്യം തന്നെ നമ്മുടെ വണ്ടികളെല്ലാം അൺബോക്സ് ചെയ്തിട്ട് ഒന്ന് നിരത്തുവാണ് എവിടെയൊക്കെ ഏതൊക്കെ വണ്ടി വേണം. പിന്നെ അതുപോലെ തന്നെ ഗ്ലൂഗൺ യൂസ് ചെയ്തിട്ടാണ് ഞങ്ങൾ ഇതിന് വേണ്ടി ഒട്ടിക്കാൻ വേണ്ടി പോകുന്നത്. ഈ ഒരു പ്രോജക്റ്റ് തുടങ്ങുന്നതിന് മുമ്പ് സത്യം പറഞ്ഞാൽ ഞാൻ ഓർത്തത് ഭയങ്കര എളുപ്പമുള്ള ഒരു പരിപാടിയാണെന്ന്. പക്ഷേ വണ്ടികളെല്ലാം നിരത്തി കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഇതൊരു വൻ ടാസ്ക് ആയിരിക്കും. കാരണം ഇതെല്ലാം കറക്റ്റ് പ്രോപ്പറായിട്ട് അലൈൻ ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ വണ്ടിയിൽ സ്റ്റിക്ക് ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ എന്തെങ്കിലും ചെരുവുണ്ടെങ്കിൽ തന്നെ അത് വീണ്ടും പറിച്ചെടുത്ത് വീണ്ടും നേരെയാക്കണം. അപ്പം ഒരു കാര്യം ഉറപ്പുണ്ട്, 1-2 ദിവസത്തിൽ ഈ വർക്ക് തീരുമെന്ന് ഒരു സംശയമുണ്ട്. എന്തായാലും ഞങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി കുറേ അധികം ആളുകളും സ്റ്റാഫും എല്ലാം വന്നിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഹരികേഷും റിഞ്ചുവിനോടൊപ്പം റിഞ്ചുവിൻ്റെ കുറേ ഫ്രണ്ട്സും കൂടെ എത്തിയിട്ടുണ്ട്. സംഭവം എന്തായാലും ഇവരെല്ലാവരും കൂടെ കട്ട സപ്പോർട്ട് ഉണ്ടായിട്ട് നമുക്ക് ഈ ഒരു പ്രോജക്റ്റ് പെട്ടെന്ന് തന്നെ തീർക്കാമെന്നാണ് വിശ്വസിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു പ്രോജക്റ്റിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് മെയിൻ ലൈനും മിഡ് ലൈനും പ്രീമിയം ലൈൻസും അങ്ങനെ പല അടിപൊളി ഹോട്ട് വീൽസിൻ്റെ റെയർ ആയിട്ടുള്ള കാർസാണ്. നിങ്ങളെപ്പോലെ തന്നെ എനിക്കൊരു ഡൗട്ടുണ്ട്, ഈ വണ്ടികളൊക്കെ പറഞ്ഞു പോകുന്നു. അപ്പോൾ നമ്മുടെ ഹോട്ട് വീൽസ് മൊത്തം നമ്മൾ താഴെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഫുള്ള് നമ്മൾ വണ്ടിയിൽ ഒട്ടിക്കാൻ പോവാ. ഇന്ന് രാത്രി കൊണ്ട് പണി തീർക്കണം അല്ല റിഞ്ചു? അപ്പൊ റിഞ്ചു ആണ് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ പോണേ. ഹരികേഷ് ജിമ്മിൽ പോയേക്കോ. അപ്പൊ അതിന്റെ ജിമ്മിലാണോ കഴിക്കാനോ അറിയത്തില്ല. അപ്പൊ എന്തായാലും നോക്കാം. അപ്പൊ നമ്മൾ ഇവിടെ ഫസ്റ്റ് വൺ എവിടെ സ്റ്റാർട്ട് ചെയ്യാം? ബോണറ്റ് നമുക്ക് ബ്ലാക്ക് ഒട്ടിക്കാം ആദ്യം. അപ്പൊ ആദ്യം ഫുൾ ബ്ലാക്ക് കാർസ് മൊത്തത്തിൽ ഇങ്ങോട്ട് പ്ലേസ് ചെയ്യാൻ വേണ്ടി. അപ്പം ഞങ്ങളൊരു ഡ്രിഫ്റ്റ് പോലത്തെ ഏതാ നല്ലത്? നമുക്ക് അത്യാവശ്യം സ്ലാൻഡ് ആയിട്ടുള്ള വണ്ടികൾ മൊത്തം ഫ്രണ്ടിൽ കൊടുക്കാന്ന് വിചാരിച്ചു. ഇത്രയും കർവ് ആയിട്ടിരിക്കുന്നതുകൊണ്ട് താഴോട്ട് ഭയങ്കര സ്ലോപ്പ് ആണല്ലോ. അതുകൊണ്ട് സേഫ്റ്റിയുടെ ഭാഗമായിട്ട് നമുക്ക് അങ്ങനെയുള്ള വണ്ടികൾ മാത്രം ഫ്രണ്ടിൽ കൊടുക്കാം. ട്രയലായിട്ട് നമ്മൾ അവിടെ ഒട്ടിച്ചിട്ടുണ്ട്. ഉച്ചയ്ക്ക് നമ്മൾ ചെയ്ത് വെച്ചതാണ്. നല്ല സ്റ്റിക്ക് ആയിട്ടുണ്ട്. നല്ല വില ഉണ്ട് കേട്ടോ. അപ്പൊ ഇനി ബാക്കി ഇവിടെ ഒട്ടിക്കാം. അപ്പൊ ഓരോന്നായിട്ട് ഏത് വണ്ടി എടുക്കണം? ബ്ലാക്ക് സ്കൈലൈൻ ഉണ്ടോ? ലിബർട്ടി വാക്ക് എടുത്താലോ? നമുക്ക് സെന്ററിൽ കൊടുക്കാവുന്ന രീതിക്ക് ബാറ്റ്മൊബൈല് ചേർച്ച് കൊടുക്കുവാണെങ്കിൽ കറക്റ്റായിട്ട് നമുക്ക് ഈ ഒരു ഷേപ്പിന് വരും. ഇപ്പൊ ഈ കൊടുത്തേക്കുന്ന ഈ ലൈനിൽ കൂടെ കൊടുക്കുവാണെങ്കിൽ നമുക്ക് അത് ഫില്ലപ്പ് ചെയ്തെടുക്കാൻ പറ്റും. ഈ ഒരു അങ്ങനെ നമ്മുടെ ഗ്ലൂഗണിൻ്റെ സഹായത്തോടെ ഹോട്ട് വീൽസ് എല്ലാം ഒട്ടിക്കാൻ തുടങ്ങി. ഒരു 3-4 സെക്കൻഡിനുള്ളിൽ തന്നെ ഓരോ വണ്ടിയും ഒട്ടിക്കാൻ സാധിച്ചു. അതുപോലെ തന്നെ നല്ല കോസ്റ്റ് എഫക്റ്റീവ് ആണ് ഈ ഗ്ലൂഗൺ യൂസ് ചെയ്തുകൊണ്ട്. അതുപോലെ തന്നെ ഞങ്ങൾ ഉച്ചയ്ക്ക് 2 മണിക്കാണ് തുടങ്ങിയത്. ഇപ്പം സമയം രാത്രി 9 മണി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം തീരുമെന്ന് ഓർത്ത പരിപാടി തുടങ്ങിയിട്ട് ഒരു 3-4 മണിക്കൂർ കഴിഞ്ഞു. എന്തായാലും ഒരു കാര്യം തീരുമാനിച്ചു, ഇത് എത്ര സമയം എടുത്തിട്ടാണെങ്കിലും തീർക്കണം. ഈ ഹോട്ട് വീൽസിൻ്റെ ലൂസ് കാർസ് എല്ലാം എനിക്ക് കൊണ്ടുതന്നത് എൻ്റെ ഫ്രണ്ട് കെവിനാണ്. ഇതിന് മുമ്പത്തെ വീഡിയോയിൽ നിങ്ങളിത് കണ്ടു കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമ്മൾ 8 വണ്ടി എടുത്തിട്ടുണ്ട്. ഈ 8 വണ്ടി ഒരു ലൈൻ പോലെ വെക്കാൻ വേണ്ടിയാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഏകദേശം 4 വണ്ടി നമ്മളിവിടെ എല്ലാം ഒട്ടിച്ചു. ഇനി ബാക്കിയുള്ള വണ്ടികളെല്ലാം ഇങ്ങോട്ട് പ്ലേസ് ചെയ്യാൻ അല്ലേ, ഒരു ലൈൻ പോലെ. ഓക്കെ. അപ്പോൾ അത്യാവശ്യം നല്ല സ്ട്രെങ്ത് ഉണ്ട് കേട്ടോ. മെയിൻ എന്താണെന്ന് വെച്ചാൽ ആരെങ്കിലും നമ്മുടെ ഇതിന് വലിച്ച് ഊരിക്കൊണ്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്നലെ ഓവർനൈറ്റ് കഴിയുമ്പോൾ എന്താണ് നല്ല സ്ട്രെങ്ത്. അത് കാരണം ഉച്ചയ്ക്ക് നമ്മൾ ഒട്ടിച്ചു വെച്ചത്. ഇത് ഈ വണ്ടിയുടെ ഒരു പ്രത്യേകത വെച്ചാൽ ഈ വണ്ടി കൊണ്ടുവന്ന ആള് പുറത്തൊരാൾ സെക്യൂരിറ്റിക്കാരനെ കൂടെ വെച്ചാലേ ഉള്ളൂ നമുക്ക് സേഫ് ആയിട്ട് നിൽക്കാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ എന്താ വെച്ചാൽ ഇത് മൊത്തം പറഞ്ഞുകൊണ്ട് പോയാൽ നമ്മുടെ കളക്ഷൻ, എൻ്റെ ഏറ്റവും റെയർ ആയിട്ടുള്ള കളക്ഷൻസ് ആണ് നമ്മൾ എത്തി ഒട്ടിക്കുന്നത്. നല്ല കിട്ടില്ല ലുക്കാ. ശരിക്കും നമ്മൾ അവിചാരിതമായിട്ട് ഇവിടെ ഹോട്ട് വീൽസിന്റെ ബ്ലാക്ക് വന്നത്.
അപ്പോൾ ഞാൻ ഹരികേഷിനെ ഇത് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു റെഡ് ആൻഡ് യെല്ലോ കളറാണ്. പക്ഷേ ഹരികേഷ് എനിക്ക് അടിച്ചു തന്നത് ബ്ലാക്കാണ്. ഞാനപ്പോൾ ആദ്യം എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു ഇത് നന്നാവും ഇല്ലയെന്ന്. പക്ഷെ ഈ ബ്ലാക്കും ഇതും കൂടെ വന്നപ്പോൾ എല്ലാം ദൈവാനുഗ്രഹം പോലെ. ബ്ലാക്കിന്റെ വണ്ടി നമ്മുടെ കൂടുതലുള്ളത്. അതെ അതെ സത്യം. ഞാൻ വേറൊരു സാധനം ഉദ്ദേശിക്കാൻ, നമുക്ക് ഇത് ഫുള്ള് സെറ്റ് ആക്കിയിട്ടില്ലേ, ഒരു വീഡിയോ ആണ് 500 കാറുകളില്ലേ ഒരു ഗ്യാരേജ് വെച്ച് സെറാമിക് കോട്ടിങ്. അത് ഏകദേശം നമ്മുടെ എല്ലാ ചെറിയ വണ്ടികളും. പിന്നെ ഇവിടെ ബ്ലാക്ക് കാസ് ഫുൾ ആയിട്ട്, എന്നിട്ട് ഇവിടെ ഹോട്ട് വീൽസിന്റെ ഇത് ഇറങ്ങുമ്പോൾ മൂടായിരിക്കും അല്ലേ? എന്തായാലും അടിപൊളിയായിരുന്നു. അല്ലാണ്ട് ഇവിടെ വണ്ടികളെല്ലാം വെച്ചിട്ടുണ്ട് ഫുള്ള്. സത്യം ഒന്നും ചെയ്യുക അങ്ങനെയൊക്കെ വിൽക്കാം. ഈ വണ്ടി എനിക്ക് തോന്നുന്നു ഒരു പക്ക യൂണീക്ക് വണ്ടിയാവും. വേറെ ലെവലാക്കണം. ഫുള്ള് കഴിയുമ്പോൾ വിളിക്കാം. എനിക്ക് തോന്നുന്ന ഒരു 2-3 മണിക്കൂർ എന്തായാലും നിൽക്കണം. ഇവിടെ കുറെ എല്ലാ വണ്ടിയും എല്ലാം കഴിയുമ്പോൾ വിളിക്കാം. വിളിക്കാം. അങ്ങനെ ഹരികേഷിന്റെ ഗ്യാരേജിൽ എത്തിയിട്ട് ഏകദേശം 3 ദിവസമായി. ഈ 3 ദിവസം രാവിലെ എണീറ്റിട്ട് ഞങ്ങൾ ചെയ്യുന്ന ജോലി എന്താണെന്നല്ലേ, ഈ ഹോട്ട് വീൽസ് എടുത്ത് ഈ വണ്ടിയിൽ ഒട്ടിക്കുക. കാണുമ്പോൾ ആൾക്കാർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നിങ്ങൾക്കെന്താ വട്ടാണോ എന്ന്. ശരിക്കും പറഞ്ഞാൽ ചില ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യുമ്പോൾ കിട്ടുന്നൊരു സന്തോഷമുണ്ടല്ലോ, അതിനെ വട്ടെന്ന് പറയുമെങ്കിൽ അതൊരു വട്ട് തന്നെയാണ്. പക്ഷേ ഒരു വണ്ടിപ്രാന്തൻ്റെ വട്ടായിരിക്കും അത്. നമ്മൾ ഇഷ്ടപ്പെടുന്ന പല കാര്യങ്ങളും നമ്മൾ ചെയ്തില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഈ ഒരു സമയവും ഈ ഒരു ജീവിതവും. അങ്ങനെ ഓരോ ദിവസത്തെ വണ്ടി ഒട്ടിച്ചതിന് ശേഷം ഈ ഹോട്ട് വീൽസ് നാനോ കാറായിട്ട് ട്രയൽ റൺ പോകാറുണ്ട്. കാരണം നമ്മൾ പോകുന്ന വഴിക്ക് ഏതെങ്കിലും ഹോട്ട് വീൽസ് താഴെ പോകുന്നുണ്ടോ എന്ന് നോക്കണമല്ലോ. പക്ഷെ ഒരു വണ്ടി പോലും താഴെ പോയില്ല. അങ്ങനെ ആ ഒരു കോൺഫിഡൻസ് ആണ് നമ്മളെ ഈ ഒരു നാനോ പ്രോജക്റ്റിലേക്ക് തന്നെ എത്തിച്ചത്. എത്രയധികം ഹോട്ട് വീൽസ് ഈ ഒരു പ്രോജക്റ്റിന് വേണ്ടി വരുമെന്ന് അറിയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ കേസ് പൊട്ടിച്ച് പല വണ്ടികളും ഞാൻ പുറത്തെടുത്തു. എന്തുകൊണ്ടാണ് ഈ ഹോട്ട് വീൽസുകളൊക്കെ ഇത്രയധികം ഇഷ്ടപ്പെടാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു ഐഡിയ ഇല്ല. എന്തോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഹോട്ട് വീൽസും. പണ്ട് കുട്ടിക്കാലത്ത് മേടിച്ച 110 രൂപയുടെ ആ ഒരു ഹോട്ട് വീൽസ് ഉണ്ടല്ലോ, അതാണ് സത്യം പറഞ്ഞാൽ എന്നെ സ്വപ്നം കാണാൻ പഠിപ്പിച്ചത്, വലിയ വണ്ടികൾ വാങ്ങാനുള്ള ആ ഒരു ആഗ്രഹം തന്നത്. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ഇപ്പോഴും ആ ഒരു ഹോട്ട് വീൽസ് ഇഷ്ടപ്പെടാൻ കാരണം. അന്ന് ഞാൻ മേടിച്ച ആ ഒരു കുഞ്ഞ് ഹോട്ട് വീൽസ് ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട്. സത്യം പറഞ്ഞാൽ എന്നെ സ്വപ്നം കാണാൻ പഠിപ്പിച്ച ആ ഒരു വലിയൊരു ബ്രാൻഡാണ് ഹോട്ട് വീൽസ്. ഇതൊക്കെ കൊണ്ട് തന്നെയാവാം എനിക്ക് ആ ഒരു ബ്രാൻഡും അവരുടെ വണ്ടികളും ഇപ്പോഴും എപ്പോഴും ഇഷ്ടപ്പെടാനും മേടിക്കാനുമുള്ള കാരണം. അപ്പോൾ നമ്മളിൽ ഇന്ന് ടാറ്റയുടെ ഒരു 1/18 സ്കെയിൽ മോഡലാണ്, ഒഫീഷ്യൽ ലൈസൻസ് പ്രോഡക്റ്റ് ആണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ഗ്യാരേജിലോട്ട് നമ്മുടെ വണ്ടി കൊണ്ടുവന്നപ്പം ഇതുപോലൊരു ലുക്കായിരുന്നു. പക്ഷേ ഇതിന് ശേഷം നമ്മൾ ചെയ്തേക്കുന്നത് എന്താ വെച്ചാൽ ഹോട്ട് വീൽസിൻ്റെ സ്റ്റിക്കേഴ്സ് ഒട്ടിച്ചു. പിന്നെ നമ്മുടെ അതുപോലെ ഹോട്ട് വീൽസ് ചെറിയ കാറുകളുണ്ട്, അത് ഫുള്ള് നമ്മൾ ബാക്കിൽ ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് കണ്ടാലോ, വാ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഫ്രണ്ടിൽ ഇവിടെ കുറച്ചും കൂടെ ഒട്ടിക്കാനുണ്ട്. 1/64 സ്കെയിൽ മോഡൽസ് ഹോട്ട് വീൽസിൻ്റെ ഒട്ടിച്ചേക്കുന്നത്. അതുപോലെ മെയിൻ ലൈൻസ് ആണ് നമ്മൾ ഇതിനു വേണ്ടി മൊത്തം സെലക്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ ഒരു ഏരിയ ഫുള്ള് ബ്ലാക്ക് ആയിട്ട് നമ്മൾ ചൂസ് ചെയ്തു, കുറച്ച് ബ്ലാക്ക് കാർ റേസ് ചെയ്യുന്ന രീതിയിലൊക്കെ. പിന്നെ അതുപോലെ തന്നെ ഇവിടെ കുറച്ച് ജെംസിൻ്റെ കളേഴ്സ് പോലെ തന്നെ പല കളേഴ്സ് മിക്സ് ചെയ്തേക്കാണ്. പിന്നെ ഈ ഒരു ഏരിയ വരുമ്പോഴാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. കാരണം ഈ ഒരു വെള്ള കളറിൽ ഇത് എടുത്ത് നിൽക്കും. അപ്പം പല കളേഴ്സ് ഉണ്ട്, യെല്ലോ ഉണ്ട്, പിങ്ക് ഉണ്ട്, ഗ്രീൻ ഉണ്ട്, റെഡ് ഉണ്ട്, അങ്ങനെ പല കളേഴ്സും നമ്മൾ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് എല്ലാവർക്കും ഒരു ഡൗട്ട് എന്ന് വെച്ചാൽ ഇത് പറഞ്ഞു പോരുമെന്ന്. അപ്പം നമ്മൾ ഇതിനു വേണ്ടി യൂസ് ചെയ്തെങ്കിൽ ഗ്ലൂ ഗണ്ണാണ്. പിന്നെ അതുപോലെ തന്നെ സ്റ്റിക്കർ യൂസ് ചെയ്തിട്ടുണ്ട്, അത് 3Mൻ്റെ സ്റ്റിക്കേഴ്സ് എത്തി പ്ലേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല ബലമുണ്ട്, അങ്ങനെ പറഞ്ഞു പോരത്തില്ല. ചെറിയ ഡൗട്ടുണ്ട്, പറഞ്ഞു പോരത്തില്ല. പിന്നെ നമ്മൾ ഇതിൻ്റെ ടോപ്പിൽ കുറച്ച് റേസിങ് കൺസെപ്റ്റ്സ് പോലെ വണ്ടികൾ ഇങ്ങനെ റേസ് ചെയ്യുന്ന രീതിയിൽ കുറേ സംഭവങ്ങൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെയാണെങ്കിൽ നമ്മൾ കുറച്ച് ഡീറ്റെയിൽസും അങ്ങനത്തെ കുറേ എൻ്റെ ഇരിക്കുന്ന കുറേ റെയർ കാറുകളാണ് ഞാനിവിടെ വെച്ചേക്കുന്നത്. അപ്പോൾ ഒരു പേടിയുണ്ട് ഇത് വല്ലതും പറഞ്ഞു പോരുമോ അല്ലെങ്കിൽ നമുക്ക് നഷ്ടപ്പെടുമോ എന്ന്. അപ്പോൾ എന്തായാലും നമുക്കൊരു ചുമ്മാ ഒന്ന് ഇവിടെ പ്രൈവറ്റ് റോഡിൽ കൂടെ ഒന്ന് ഓടിച്ചു നോക്കാം. പിന്നെ ബാക്കിൽ വരുമ്പോഴും നമ്മൾ കുറച്ച് വണ്ടികൾ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഭയങ്കര ഓവറായിട്ട് നമ്മൾ എവിടെയും വെച്ചിട്ടില്ല, കുറച്ച് വണ്ടികൾ മാത്രമായിട്ടാണ് നമ്മൾ എല്ലായിടത്തും വെച്ചേക്കുന്നത്. പിന്നെ ഇനി ഇങ്ങോട്ട് വരണം. അപ്പോൾ ഈ ഒരു ഏരിയയിലും നമ്മൾ അതുപോലെ തന്നെ കുറേ വണ്ടികൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ ചില വണ്ടികൾ എന്ന് പറഞ്ഞാൽ പക്ക റെയറാണ്. അതിൽ ഹോണ്ട സിവിക് ഒക്കെ ഉണ്ട്, ഈ ഒരു കളറൊക്കെ ഇതൊക്കെ അത്യാവശ്യം ഭയങ്കര റെയറായിട്ടുള്ള സിവിക്കാണ്. പിന്നെ അതുപോലെ തന്നെ വേറൊരു സിവിക്കും കൂടെ ഉണ്ട്, അത് അപ്പുറത്ത് ഒട്ടിച്ചേക്കുന്നത്. അത് നല്ല അത്യാവശ്യം നല്ല ഡീറ്റെയിലിംഗ് ആണ്. പിന്നെ ഈ ഒരു ഏരിയയിൽ വന്നപ്പോൾ നമ്മൾ LPWKയുടെയും പിന്നെ പോർഷയും RW അങ്ങനെ കുറച്ച് വണ്ടികൾ വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെയാണെങ്കിൽ നമുക്ക് ഒരു സ്കൈലൈൻ സീരീസ് കാണാൻ പറ്റും, ഒരു ആഷ് കളർ. അപ്പോൾ ഇവിടെ കുറച്ച് അത്യാവശ്യം നല്ല എന്താ ഒരു പ്രീമിയം അല്ലെങ്കിൽ കുറച്ച് സ്പോർട്സ് കാർസ് അങ്ങനത്തെ വണ്ടികളാണ് നമ്മൾ ഒട്ടിക്കാൻ തീരുമാനിച്ചേക്കുന്നത്. ഇനി കുറച്ച് പണി മിച്ചമുള്ളതെന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു
പൊക്കത്തെ റൂഫ് ഫുള്ള് കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ ഏകദേശം 3 ദിവസം എടുത്തിട്ടാണ് നമ്മളിത് തീർത്തത്. അപ്പോൾ തീർന്നിട്ടില്ല. അപ്പോൾ അന്ന് ആദ്യത്തെ ദിവസം കൊണ്ടുവന്നപ്പോൾ തന്നെ ഓർത്തതെന്ന് വെച്ചാൽ നമുക്കിത് പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ തീർക്കാൻ പറ്റുമോ എന്നാണ് ഓർത്തത്. പക്ഷേ പണി തുടങ്ങി കഴിഞ്ഞപ്പോൾ ഇത് തീരുന്നില്ല, നല്ല ടൈം എടുക്കുന്നുണ്ട്. അങ്ങനെ ഇത് 3ാമത്തെ ദിവസമാണ് നമ്മുടെ. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു യുണീക്ക് ഒരു ഹോട്ട് വീൽസ് കേരളത്തിലുള്ള ഇന്ത്യയിൽ തന്നെ ഒരു റെയർ ആയിട്ടുള്ള ഒരു മോഡലാക്കി മാറ്റണം. അപ്പോൾ ഒരു 1/18 സ്കെയിലും 1/64 സ്കെയിലും 1:1 സ്കെയിൽ നാനോയും, അങ്ങനെ 3 സ്കെയിലുള്ള നാനോയാണ് ഒറ്റ കയ്യിലിരിക്കുന്നത്. അപ്പോൾ എന്തായാലും പണി തുടങ്ങാം. അങ്ങനെ ഫൈനലി നമ്മുടെ നാനോയുടെ വർക്ക് കംപ്ലീറ്റ് ആവാറായി. നമ്മൾ ഇനി റൂഫിൽ കുറച്ച് വണ്ടിയും കൂടെ ഒട്ടിച്ച് കഴിഞ്ഞാൽ ഈ ഒരു പ്രോജക്റ്റ് കംപ്ലീറ്റ് ആവും. അപ്പം നിങ്ങളെപ്പോലെ തന്നെ ഞാനും ഭയങ്കരധികം എക്സൈറ്റഡ് ആണ്. കാരണം എങ്ങനെയായിരിക്കും ഈ ഒരു നാനോ ആൾക്കാർ കാണാൻ പോകുന്നത്. എന്തായാലും ഒരു കാര്യം ഉറപ്പുണ്ട്, ഹോട്ട് വീൽസ് ഇഷ്ടപ്പെടുന്നവർക്ക് ഉറപ്പായിട്ടും ഈ വണ്ടി ഇഷ്ടപ്പെടും. അങ്ങനെ ഞങ്ങൾ ഒരു കാര്യം തീരുമാനിച്ചു, നേരെ ഈ വണ്ടിയായിട്ട് നേരെ കോട്ടയത്തേക്ക്, അതിനുശേഷം അവിടെ നിന്ന് എൻ്റെ ഫ്രണ്ട് സെവിൻ്റെ വീട്ടിലേക്ക്. ഈ ഒരു പ്രോജക്റ്റിൻ്റെ പല ടൈമിലും സെവിൻ വീഡിയോ കോളിലൂടെ വന്നിട്ടുണ്ട് എങ്ങനെയാണ് ഈ ഒരു പ്രോജക്റ്റ് കംപ്ലീറ്റ് ആവാൻ പോകുന്നതെന്ന്. അപ്പോൾ എന്തായാലും ഞാൻ ഒരു കാര്യം തീരുമാനിച്ചു, നേരെ അവൻ്റെ വീട്ടിലേക്ക് തന്നെ പോയേക്കാം. അപ്പോൾ അങ്ങനെ നമ്മുടെ വണ്ടിയായിട്ട് നമ്മൾ സെവിൻ്റെ അവിടെ വന്നിട്ടുണ്ട്, ജിനോച്ചേൻ്റെ അടുത്തുണ്ട്. അപ്പം ഞാൻ ആദ്യം വണ്ടി പണിയുന്നുണ്ട് സെവിനോടും ജിനോച്ചേനും പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവം. ഞാൻ ഇതിന്റെ അപ്ഡേറ്റ് എല്ലാം അറിയുന്നുണ്ടായിരുന്നു, പക്ഷെ വണ്ടി ഒട്ടിച്ച് കണ്ടില്ല. ഞാൻ ഈ ഹോട്ട് വീൽ സ്റ്റിക്കർ ഒട്ടിച്ചാണ്. അപ്പം നമുക്ക് റിവീൽ ചെയ്യാം. ഇതാണ് നമ്മുടെ വണ്ടി കംപ്ലീറ്റ് ആയിട്ട്. എങ്ങനെയുണ്ട്? അടിപൊളി. എത്ര എണ്ണം ഉണ്ടെന്ന് പറഞ്ഞേ? 390. എല്ലാം 113 113 വണ്ടി. ഓ ഓക്കെ ഓക്കെ. 13 ഒരു 13 നിർത്തി. 16 ഉണ്ടായിരുന്നു, പിന്നെ ബാക്കി പറിച്ചെടുത്ത് 113 നിർത്തി. ഇത് നൈസാ. എത്ര നേരത്തെ പണിയാ? ഇത് ഏകദേശം 3 ദിവസം എടുത്തു. അപ്പൊ ഞങ്ങൾ 3 പേര്, ഞാനുണ്ട്, റിഞ്ചു ഉണ്ട്, ഹരികേഷ് ഉണ്ട്, എല്ലാവരും കൂടെ ചേർന്ന് പണിയുണ്ട്. നമ്മൾ ശരിക്കും ഒരു 3 മണിക്കൂർ 4 മണിക്കൂർ കൊണ്ട് തീരുമെന്ന് ഓർത്ത പണിയാണ്. പണി തുടങ്ങിയിട്ട് 3ാമത്തെ ദിവസമാണ്. എന്നാ ഏറ്റവും ഡിഫിക്കൽട്ട് ആയ ടാസ്ക്? ഇതിപ്പോ ഒട്ടിക്കുക, ഒട്ടിച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ ചൂടായി കഴിയുമ്പോൾ വണ്ടി പറഞ്ഞു. അങ്ങനെ ഓരോ തവണ ഇത് 3 4 തവണ ഇതുണ്ടോ ഇവിടെയൊക്കെ മറ്റേ ഗ്ലൂ ഗണ്ണ് വെച്ച് ഒട്ടിച്ചേക്കുക. അപ്പൊ പറഞ്ഞു പോയി കഴിയുമ്പോൾ നിലത്ത് കിടക്കും, പിന്നെ എടുത്ത് ഒട്ടിക്കണം. ഇത് കളറും പറഞ്ഞു പോയിട്ടുണ്ടോ? ഇല്ല, ഇപ്പൊ ഒന്നും ഇല്ല. പിന്നെ ഈ മറ്റേ മാവിന്റെ ചോട്ടി ഇടുവല്ലേ, മാങ്ങ വീഴുന്ന പോലെ റോഡിൽ ഇങ്ങനെ വീട് വില പറിച്ചോണ്ട് പോയോ പിള്ളേരല്ലോ? ഇതുവരെ പോയില്ല. ഇവിടെ എന്തെങ്കിലും പറിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ എത്ര രൂപയുടെ ഹോട്ട് വീൽസ് ഉണ്ട്? ഏകദേശം 40,000 രൂപ ഹോട്ട് വീൽസ് ഉണ്ട്. എത്ര രൂപയുടെ? 40,000 രൂപ. ഈ 113 ഉള്ളൂ. പക്ഷെ ഇതിന്റെ ആ പൈസ വരാൻ കാരണം ഇതെല്ലാം റെയർ ആയിട്ടുള്ള മോഡൽസ്, അത്യാവശ്യം നല്ല വിലകളുണ്ട്. അധികം കണ്ടിട്ടില്ലാത്ത സാധനങ്ങളാണ്. പോർഷയുടെ വൈറ്റ് ബോഡി അല്ല, സോറി, സിവിക്ക്, പിന്നെ മെക്ലാരൻ, അങ്ങനെ കുറെ നല്ല മോഡൽസ് പ്ലേസ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇത് പറഞ്ഞു പോയി കഴിഞ്ഞാൽ നമുക്ക് ടെൻഷനാണ്. പറഞ്ഞു പോയാലും പറിച്ചോണ്ട് പോയാലും. അതെ, അത് നമ്മൾ ഫുൾ ടൈം ഇത് ഇനി ഓടിക്കാൻ തീരുമാനിക്കുന്നില്ല. ജസ്റ്റ് ഇതൊരു ഫോട്ടോഷൂട്ടിന് വേണ്ടി മാത്രം നമ്മൾ ഉണ്ടാക്കി എടുത്തേക്കുന്ന, റോഡിൽ കൂടെ അങ്ങനെ പോകുന്നില്ല. ജസ്റ്റ് ഒരു ഫോട്ടോഷൂട്ട്, മനോരമയുടെ ഒരു ഷൂട്ട് വരുന്നുണ്ട്, അപ്പൊ അതിനുവേണ്ടി സെറ്റ് ചെയ്യാൻ വേണ്ടി. വണ്ടിക്കകത്തൊരു ബോക്സിനകത്ത് എന്തോ ഇരിപ്പുണ്ടെന്ന് അറിയോ? അതിന്റെ ഞാനുണ്ട്. വണ്ടിക്കകത്ത് ഒരു സാധനം ഉണ്ട്. ബാക്കിൽ ഒറിജിനൽ ഞാനുണ്ട്. ഏതാ? 1/18 സ്കെയിൽ. ഇത് അയ്യോ, അത് ഞാൻ കണ്ടില്ലായിരുന്നു. ഇത് തുറക്കാൻ. ഓ, ഇത് ഈ കളർ പോലത്തെ ഞാനും നമ്മുടെ വൈറ്റ്. അപ്പൊ ഇതിനകത്ത് ഹോട്ട് വീൽ സ്റ്റിക്കർ അടിച്ചു കഴിഞ്ഞാൽ അങ്ങനെ മൂടായിരിക്കും. ഇതിനകത്ത് ഹോട്ട് വീൽസ് അടിച്ചാൽ നല്ലതായിരിക്കും. അതെ, സ്റ്റിക്കർ ഒട്ടിക്കാൻ അടിപൊളിയായി. ഈ സ്റ്റിക്കർ പക്ഷെ ഭയങ്കര മൂടാണ്. സ്റ്റിക്കർ പെർമനന്റ് അല്ലേ, ഇനി മാറ്റുന്നില്ലോ? സ്റ്റിക്കർ ഭയങ്കര മൂടാ. ഭയങ്കര രസമാണ്. പിന്നെ കറക്റ്റ് ഹോട്ട് വീൽസ് ലുക്കും ആണല്ലോ കുഞ്ഞായത്. നൈസാ, ഭയങ്കര അടിപൊളിയാ സ്റ്റിക്കർ. അപ്പൊ ഞങ്ങൾക്ക് എത്രയാണ് പറിച്ചെടുക്കാന്ന് പറഞ്ഞേ? എത്ര നേരമാണ് ഈ വണ്ടിയിൽ ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നത്? അവർക്ക് ലാസ്റ്റ് കൈ എടുക്കുന്നവർക്ക് എങ്ങനെയുണ്ടോ? അങ്ങനെ അവിടെ തന്നെ വയ്ക്കും. അങ്ങനെയാണെങ്കിൽ എടുക്കുന്നില്ല. ഇങ്ങനെ നിൽക്കുവാണെങ്കിൽ ഓരോ വണ്ടി. ഞാൻ വേറൊരു ഗെയിം ഇങ്ങനെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതായത് നമ്മളൊരു വണ്ടി തരും, എന്നിട്ട് ആ വണ്ടി വെച്ചിട്ട് ഇവിടെ കൂടെ ഇങ്ങനെ ലാപ്പ് ഓടിക്കുക. ഏറ്റവും കൂടുതൽ മാക്സിമം ലാപ്പ് ഓടിക്കുന്നവര് ഇപ്പൊ ഒരു ടാർഗറ്റ് പോലെ, അത് ഇങ്ങനെ ഇത് ഇവിടെ കൂടെ ഇങ്ങനെ ഇവിടെ കൂടെ ഇങ്ങനെ തിരിഞ്ഞ് അങ്ങനെ ഇവിടെ കറങ്ങി വരിക. കറങ്ങി, അപ്പൊ ഒരു ലാഭാവും. അപ്പൊ ശരിക്കും റേസ് പോകുന്ന പോലെ തന്നെ എത്ര ലാപ്പ് ഓടിക്കുന്ന അവർക്ക് പ്രൈസ് ഹോട്ട് വീൽസ് കൊടുക്കും. ഹോട്ട് വീൽസ് ഏറ്റവും റെയർ ആയിട്ടുള്ള ഹോട്ട് വീൽസ്. എത്ര രൂപ ഹോട്ട് വീൽസ്? 4,000 രൂപ ഹോട്ട് വീൽസ്. ടാസ്ക് ആണ് അത്. ഒരു മറ്റേ ബോക്സ് ഫാസ്റ്റ് ആൻഡ് ഫീൽസിന്റെ ഇതുണ്ട്, അത് ടാസ്കാ. അപ്പൊ എത്ര തവണ ഹോട്ട് വീൽസ് തുടങ്ങി അങ്ങനെ ഒരു സാധനം വെച്ചാൽ കഴിക്കാം. പിന്നെ ഒരു ഗീവ് അവേ പോലെ മറ്റേ ഒരു സാധനം. അപ്പൊ ഇത് കണ്ടക്ട് ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും. ആരാ ക്ലൈൻസ്? ആരല്ലേ കോൺടെസ്റ്റൻസ്? ആരാ? ഇവിടെ ഉള്ള എല്ലാ പിള്ളേരും
ഇന്നോട്ട് പ്രാക്ടീസ് ചെയ്യണം. എനിക്ക് കുറെ പേര് മെസ്സേജ് കേൾക്കുന്നുണ്ട്. ഞാൻ എല്ലാവർക്കും അർജുനോട് ചോദിച്ചാൽ മതി. എല്ലാം അർജുനോട്. അങ്ങനെ നമ്മുടെ പ്രോജക്റ്റ് എല്ലാം അടിപൊളിയായിട്ട് കംപ്ലീറ്റ് ആയി. പക്ഷെ ഒരു കാര്യം മാത്രം സംഭവിച്ചു. നമ്മുടെ ഈ ഒരു നാനോ ഇലക്ട്രിക് നാനോ ആയിരുന്നു. ചാർജ് ചെയ്തിട്ട് ഒരാഴ്ചയായി. അങ്ങനെ നമ്മുടെ നാനോ കെട്ടി വലിച്ചിട്ടുള്ള പോക്കാണ് സെവിൻ്റെ. ഈ ഒരു നാനോ ഇനി വീട്ടിൽ കൊണ്ടുപോയിട്ട് ചാർജ് ചെയ്തിട്ട് വേണം നമുക്കൊന്ന് ഇറക്കാൻ വേണ്ടി. അപ്പോൾ എന്തായാലും ഇനി ഒരു അടിപൊളി വീഡിയോ ആയിട്ട് ഇനി വരുന്നതാണ്. അപ്പം ഈ നാനോ ഒന്ന് ചാർജ് ചെയ്തിട്ട് ബാക്കി നമുക്കിനി കാണാം.